എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 2-ാം തീയതി പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എവിടെ പോയി എന്നുള്ളത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ MRS അതുപോലെ SWS എന്നിങ്ങനെയുള്ള ലിങ്കുകൾ എവിടെ പോയി എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ്, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകളും അതുപോലെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ്, അതായത് സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് വഴി നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുക. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ ഹൗ ടു അപ്ലൈ എന്നുള്ള ലിങ്ക് ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ലിങ്ക് മുഖേന നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ അതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ മുഖാന്തരം അത് അപേക്ഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് മുഖേന സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ആ ഒരു ലിങ്ക് മുഖേന ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്പോർട്സ് കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ നാളെയാണ്, അതായത് ഈ ഒരു ജൂൺ 29-ാം തീയതിയാണ് ഇതിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്ക്, അതായത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഈ ഒരു പേജ് എവിടെ പോയി എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ മാത്രമാണ് നിലവിൽ വെബ്സൈറ്റിൽ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള പേജ് മാത്രമാണ് നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യൂസർ നെയിം അതുപോലെ പാസ്വേഡ്, ജില്ല എന്നിവ നൽകാനുള്ള, അതായത് നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ആ ഒരു യൂസർ നെയിം, അതായത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പേജല്ല, അതായത് മെറിറ്റ് കോട്ടയുടേത് ഈ ഒരു പേജിലല്ല. ഇത് ജസ്റ്റ് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കൊടുത്തത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക്, അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ്റെ ഇതേപോലുള്ള ആ ഒരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ആ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജ് നിലവിൽ വെബ്സൈറ്റിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 2-ാം തീയതിയോടെ, അതല്ലെങ്കിൽ ജൂൺ 2-ാം തീയതിക്ക് മുമ്പായിട്ട്, അതായത് ജൂൺ 1-ാം തീയതി വൈകുന്നേരത്തോടെ മാത്രമാണ് വെബ്സൈറ്റിൽ ആ ഒരു ലിങ്കുകളും കാര്യങ്ങളൊക്കെ ലഭ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിലേക്കുള്ള കാൻഡിഡേറ്റ് ലോഗിൻ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം ആ റിസൾട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് പിന്നീട് വെബ്സൈറ്റിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് വരിക. നിലവിൽ നിങ്ങളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ളത് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ്റെ പേജ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ മുഖാന്തരം നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ വല്ല അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആവശ്യമായിട്ടുള്ള അതായത് എന്തെങ്കിലും സ്പോർട്സിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നേട്ടങ്ങൾ, അതായത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ മുഖാന്തരം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുകയും, അതായത് നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൗ ടു രജിസ്റ്റർ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ള ആ ഒരു PDF ലഭ്യമാണ്. അതുപോലെ രജിസ്റ്റർ ഓൺലൈൻ ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ഒരു സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാസ്വേഡ് ഉണ്ടാവില്ല, ജസ്റ്റ് ആ ഒരു സ്പോർട്സ് രജിസ്ട്രേഷൻ നമ്പറാണ് ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ്സ്, അത് നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഒരു ഇനങ്ങൾക്കാണ് സ്പോർട്സിൽ നേട്ടങ്ങൾ ലഭിച്ചത്, അത് ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡും എടുത്തുകൊണ്ട് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് മുഖേന കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് ലിങ്ക് വഴി ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖാന്തരം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് മുഖാന്തരം നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലേക്കുള്ള നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയുള്ള ലിങ്കുകൾ നിലവിൽ ഇപ്പോൾ ലഭ്യമായിരിക്കില്ല. ജൂൺ 1-ാം തീയതി വൈകുന്നേരത്തോടെ നിങ്ങൾക്ക് ആ ഒരു ലിങ്കുകൾ ലഭ്യമായിരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.